പണ്ടൊരു കാട്ടിൽ ഒരു പുഴയും പുഴയുടെ തീരത്തായി ഒരു അത്തിമരവും ഉണ്ടായിരുന്നു. അത്തിമരത്തിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു. ഒരിക്കൽ പുഴയിൽ നിന്നും ഒരു മുതല അത്തിമരത്തിന്റെ ചുവട്ടിലെത്തി അത്തിപ്പഴങ്ങൾ തിന്നുന്ന കുരങ്ങിനെ നോക്കി അവൻ കൊതിയോടെ ചോദിച്ചു, ഏയ് കുരങ്ങച്ച, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. ഇന്നാണെങ്കിൽ യാതൊരു തീറ്റയും കിട്ടിയില്ല. ദയവായി നീ എനിക്ക് കുറച്ച് പഴങ്ങൾ തന്നാട്ടെ. മുതലയുടെ ചോദ്യം കേട്ടപ്പോൾ കുരങ്ങൻ കുറെ അത്തിപ്പഴങ്ങൾ പറിച്ചെടുത്ത് മുതലക്ക് കൊടുത്തു. ഹായ് ഹായ് ഹായ്. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് അവർ സുഹൃത്തുക്കളായി. എടോ കുരങ്ങച്ച, ഇന്ന് പഴത്തിനൊരു ചവർപ്പ്. തിന്ന് തിന്ന് നിന്റെ വയറ് പെട്ടി പോലായി, അതാ ചവർപ്പ്. അതും ശരിയാ. പുഴക്കക്കരെയുള്ള പാറക്കൂട്ടത്തിലായിരുന്നു മുതലയുടെ വീട്. എല്ലാ ദിവസവും അത്തിപ്പഴങ്ങളുമായി അവൻ വീട്ടിലെത്തും. അവന്റെ ഭാര്യയായ മുതലപ്പെണ്ണിന് അത്തിപ്പഴങ്ങൾ നൽകും. ആ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഹായ്, അത്തിപ്പഴങ്ങൾ ഇന്നും കൊണ്ടുവന്നല്ലേ? ഹായ്, ഈ പഴങ്ങൾക്ക് എന്തൊരു സ്വാദാണ്. ഇതെവിടുന്നാ നിങ്ങൾ ദിവസവും കൊണ്ടുവരുന്നത്? എന്റെ കൂട്ടുകാരൻ കുരങ്ങച്ചനാണ് എനിക്ക് എല്ലാ ദിവസവും ഈ പഴങ്ങൾ നൽകുന്നത്. അവന്റെ താമസവും അത്തിമരത്തിലാണ്. ഒരു പാവത്താൻ. ഇത് കേട്ടപ്പോൾ മുതലപ്പെണ്ണ് പറഞ്ഞു, ഇത്രയും മധുരമുള്ള അത്തിപ്പഴങ്ങൾ തിന്നുന്ന അവന്റെ ഹൃദയത്തിന് എന്തു മധുരമായിരിക്കും. നിങ്ങൾ പോയി ഉടനെ അവന്റെ ഹൃദയം എനിക്ക് കൊണ്ടുതരണം. ഇത് കേട്ട് മുതല ഞെട്ടിപ്പോയി. അയ്യോ, അവൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. അവനെ കൊല്ലാൻ മാത്രം നീ പറയരുത്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്നോട് യാതൊരു സ്നേഹവും ഇല്ല. എനിക്കറിയാം, ദുഷ്ടൻ. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ പോയി ആ കുരങ്ങന്റെ ഹൃദയവുമായി വരണം. അല്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് മിണ്ടില്ല, സത്യം. ഭാര്യ പിണങ്ങിയതോടെ മുതലയുടെ മനസ്സു മാറി. അവൻ കുരങ്ങനെ കൊല്ലാൻ തീരുമാനിച്ചു. പാവം എന്റെ കൂട്ടുകാരൻ. അവന്റെ മരണം എന്റെ ഭാര്യയുടെ കൈകൊണ്ടാവട്ടെ. എല്ലാം വിധി.